13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി ഓൾജിബ്രായിക് ഫോം ഓഫ് 2-digit നമ്പേഴ്സ് എൻഡിങ് ഇൻ 3 ഈസ് 10x + 3. 3യിൽ എൻഡ് ചെയ്യുന്ന 2-digit നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10x + 3 എന്ന് എഴുതാം. 3ൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളെ എങ്ങനെ എഴുതാം? 10x + 3. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രായിക് ഫോം ഓഫ് 2-digit നമ്പേഴ്സ് എൻഡിങ് ഇൻ 6. 6ൽ അവസാനിക്കുന്ന 2-digit നമ്പേഴ്സിനെ എങ്ങനെ എഴുതാം? 10x + 6 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര ദി പ്രോഡക്റ്റ് ഓഫ് 2 different 2-digit നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ്സ് ഇൻ 6. ഓൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്താ? 6ൽ അവസാനിക്കുന്ന 2 2-digit നമ്പേഴ്സ്, ഒന്ന് ഞാൻ 10x + 6 എന്നും ഒന്ന് ഞാൻ 10y + 6 എന്നും എടുത്തു. ഇതിൻ്റെ പ്രോഡക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറും 6ൽ തന്നെ എൻഡ് ചെയ്യും നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക ആദ്യമേ. 10x + 6 ഇൻറ്റു 10y + 6 എന്ത് കിട്ടും? 10x × 10y പ്ലസ് 10x × 6 പ്ലസ് 6 × 10y പ്ലസ് 6 × 6 അതായത് 36. 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 6 എന്ന് എഴുതാം. ഞാനിവിടെ 10 കോമൺ എടുക്കുവാണ്. എന്തിനാ? നമുക്ക് എന്ത് ചെയ്യണം? 10 × 8 ടേം + 6 എന്നുള്ള ഫോമിൽ എത്തിക്കണം. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? ഈ പ്രോഡക്റ്റും 6ൽ എൻഡ് ചെയ്യുന്നല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാൻ 10 കോമൺ എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? 10xy + 6x + 6y. ഇവിടെ 36നെ 30 + 6 എന്ന് എഴുതിയില്ല. അതിൽ നിന്ന് 30ന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഒരു 3 കോമൺ എടുത്തൂടെ? +6. 30ന്ന് ഞാൻ 10 കോമൺ എടുത്താൽ ബാക്കി എന്ത് കിട്ടും? 3 കിട്ടും. 10 × 8 + 6 എന്ന് കിട്ടിയില്ലേ? അന്നേരം 6ൽ എൻഡ് ചെയ്യുന്ന 2 2-digit നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും 6ൽ തന്നെ എൻഡ് ചെയ്യുന്നതും നമുക്ക് കിട്ടി. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫോർ എനി 2 പോസിറ്റീവ് നമ്പേഴ്സ് x ആൻഡ് y, x + 2 × y + 2 = xy + dash + 4. x + 2 × y + 2 എന്താണ്? xy + 2 × x + y + 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദി സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് 144. 2 ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 26 ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് 144 പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുണനഫലം. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഈവൻ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഈ 2 ഈവൻ നമ്പേഴ്സിൻ്റെയും തൊട്ടടുത്തുള്ള ഈവൻ നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. നമുക്കത് തന്നേക്കുന്ന എടുത്ത് എഴുതാം. ഞാൻ ഈവൻ നമ്പേഴ്സ് എക്സും വൈ ഒന്നും എടുത്തു. അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? x + y 26 ആണ്. പ്രോഡക്റ്റ് x × y എന്താണ്? 144 ആണ്. നമുക്ക് വേണ്ട എന്താ? എക്സിൻ്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ. 2 ഒരു ഈവൻ നമ്പറാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ ഏതാ? 4 അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അത് എക്സിൻ്റെ തൊട്ടടുത്ത് ഈവൻ നമ്പർ ഇട്ടാൽ എന്ത് ചെയ്യണം? x + 2. വൈയുടെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ ഇട്ടാൽ എന്ത് ചെയ്യണം? y + 2. x + 2 × y + 2 അതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്. x + 2 × y + 2 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? xy + 2 × x + y + 4. നമ്മുടെ കയ്യിൽ xy ഉണ്ട്, x + y ഉണ്ട്. xy എത്ര? 144 + 2 × x + y എന്താണ്? 26 + 4 എന്ത് കിട്ടും? 144 + 52 + 4 ആൻസർ 200 എന്ന് കിട്ടും. ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് x മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് y മീറ്റർ ഈസ് 96 സ്ക്വയർ മീറ്റേഴ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് y മീറ്ററുമാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 96 സ്ക്വയർ മീറ്റേഴ്സാണ്. അതായത് x × y, ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ? x × y ആണെന്ത്? 96. വെൻ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ, ലെങ്ത്തും ബ്രെഡ്ത്തും ഓരോ മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൻ്റെ ഏരിയ എന്തായി? 117 സ്ക്വയർ മീറ്റേഴ്സായി. അതായത് x + 1 × y + 1 ആണെന്ത്? 117. അങ്ങനെയാണ് x + y കണ്ടുപിടിക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? xy + x + y + 1 എന്ന് കിട്ടും. അതാണെന്ത്? 117. xy നമുക്കറിയാം എത്ര? 96 പ്ലസ് x + y അറിയില്ല +1 = 117. 96 + 1 97 എന്ന് എഴുതാമല്ലോ. 97 + x + y ആണെന്ത്?
117. അതിൽ നിന്ന് x+y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 117 നീ 97 കുറച്ചാൽ പോരെ? ആൻസർ നമുക്ക് 20 എന്ന് കിട്ടും. x+y എന്താണ്? 20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്റ്റാങ്കിൾ? ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എന്താണ് പെരിമീറ്റർ? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഇൻഡിക്കേഷൻ എന്താ? 2 × l+b. ഇവിടെ l x ആണ്, b എന്ന് പറഞ്ഞാൽ y ആണ്. 2 × x+y അതാണ് പെരിമീറ്റർ. x+y നമുക്ക് 20 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 × 20 40 ആണ് ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. അടുത്ത സെക്ഷൻ സി ആണ്. ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കൊടുത്തേക്കുന്നത്. 15th ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ എന്താണെന്ന് നോക്കാം. ഇൻ ദി ഫിഗർ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി എന്ന് പറയുന്നത് ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. എ ബി 2 ആണ്, എ ഡിയും സി ഡിയും 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ സി കണ്ടുപിടിക്കുക. എ സി എന്താണ്? എ ഡി സി എന്നുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് അല്ലേ എ സി? എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. √1² + 1² √2 എന്ന് കിട്ടും. എ സി എന്താണ്? √2 ആണ്. ഇനി ബി ഡി എന്താണ്? എ ബി ഡി എന്നുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ആണ് ബി ഡി. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. √(hypotenuse² - altitude²) √4 - 1 √3 എന്ന് കിട്ടും. ബി ഡി എന്താണ്? √3 ആണ്. ഇനി എന്ത് ചെയ്യണം? എ ബി സിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എ ബി സിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ബി + എ സി + ബി സി. എ ബി 2 ആണ്, എ സി √2 ആണ്, ബി സി എന്ന് പറയുന്നത് √3 + 1 ആണ്. എന്ത് കിട്ടും? 2 + 1 3 + 1.414 + 1.732. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √2ൻ്റെ √3യുടെ വാല്യൂ ഇട്ട് കൊടുത്തതാണേ 6.146 മീറ്റർ എന്ന് കിട്ടും. ഇതെല്ലാം മീറ്ററിലാണ്, നിങ്ങൾ യൂണിറ്റ് എഴുതാൻ മറന്നു പോലെ. 6.146 മീറ്റർ. നമുക്ക് ആൻസർ കിട്ടിയോ? നമുക്കിത് സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മീറ്ററിലുള്ള വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 614.6 സെൻറ്റിമീറ്റർ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 614.6 എന്ന് കിട്ടി. ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദി ഫിഗർ ബി സി ഡി ഇ ഈസ് എ സ്ക്വയർ. ബി സി ഡി ഇ എന്താണ്? സ്ക്വയർ ആണ്. എ ബി എന്ന് പറയുന്നത് 2 ആണ്, എ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. √5ൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 2.23. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ബി സി ഡി ഇ? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഇനി ഹൗ മച്ച് ഗ്രേറ്റർ ഈസ് ദി പെരിമീറ്റർ ഓഫ് സ്ക്വയർ ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എ ബി ഇ? എ ബി ഇ എന്നുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കൂടുതലാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ? ഇനി ബി സി ഡി ഇ ഒരു സ്ക്വയർ ആണെങ്കിൽ എ ബി ഇ എന്തായിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? ആംഗിൾ 90 ആയിരിക്കത്തില്ലേ? ആംഗിൾ എ ബി ഇ എന്തായിരിക്കും? 90 ആയിരിക്കും. അങ്ങനെയാണ് അതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? നമുക്കിനി ബി ഇ കണ്ടുപിടിച്ചുകൂടെ? സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചുകൂടെ? ബി ഇ = എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. (hypotenuse² - base²) √5 സെൻറ്റിമീറ്റർ. ബി ഇ എന്താണ്? √5 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഒരു സൈഡ് √5 ആണെങ്കിൽ ഏരിയ √5 × √5, അതായത് 5 സെൻറ്റിമീറ്റർ² ആണ്. ഇനി പെരിമീറ്റർ എന്തായിരിക്കും? 4 × √5. 4 × √5 എന്ത് വരും? 4 × 2.23. √5ൻ്റെ വാല്യൂ തന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2.23 എന്ത് കിട്ടും? 8.92 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ഗ്രേറ്റർ ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ദാൻ ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. ട്രയാങ്കിൾ എ ബി ഇയുടെ പെരിമീറ്റർ എന്താണ്? 3 + 2 + √5 അല്ലേ? അതായത് 3 + 2 + 2.23 7.23 സെൻറ്റിമീറ്റർ. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 7.23 ആണ്. സ്ക്വയറിൻ്റെ പെരിമീറ്റർ 8.92 ആണ്. എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് എടുത്താൽ മതി. എത്ര കൂടുതലെന്നല്ലേ ചോദിച്ചേക്കുന്നത്? 8.92 - 7.23 എന്ത് കിട്ടും? ആൻസർ 1.69 കിട്ടും. 1.69 സെൻറ്റിമീറ്റർ കൂടുതലാണ് ആർക്ക്? സ്ക്വയറിന്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.
ഇൻ എനി മന്ത് ഓഫ് എ കാലണ്ടർ മാർക്ക് 4 adjacent നമ്പർ വിച്ച് ഫോം എ സ്ക്വയർ. ഏതെങ്കിലും ഒരു മന്തിലെ കലണ്ടറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 4 നമ്പേഴ്സ് എടുക്കുക. ഒരു സ്ക്വയർ ഫോമിൽ 4 നമ്പേഴ്സ് എടുക്കുക. നിങ്ങൾ കാലണ്ടർ പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ. ഇനി ഫൈൻഡ് ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ പ്രൊഡക്ട്സ്. അതിൻ്റെ ഡയഗണൽ പ്രൊഡക്ട്സിന് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഞാൻ 4 നമ്പേഴ്സ് എടുക്കുവാണ്. 1, 2, 8, 9. ഡയഗണൽ പ്രോഡക്ട്സ് എന്താണ്? 1 × 9, 9, 2 × 8, 16. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. എന്താണ് ഡിഫറൻസ്? 7. ഇനി ഇത് ഓൾജിബ്രായിക് ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്പേഴ്സ് ഞാൻ x+1. താഴെ എന്ത് വരും? ഇവിടെ x+7 വരും. ഇവിടെ 7 കൂട്ടുമ്പോൾ എന്ത് വരും? x+8 എന്ന് വരും. ഡയഗണൽ പ്രോഡക്റ്റ് എന്ത് വരും? x+7 × x+1 എന്ത് കിട്ടും? x² + 7x + x+7. അതായത് x² + 8x + 7 എന്ന് കിട്ടും. ഇനി x × x+8 എന്ത് കിട്ടും? x × x+8 = x² + 8x. എന്താ ഇവിടെ ഡിഫറൻസ് എന്താണ്? 7 അല്ലേ?